എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ബാങ്കിങ് അവെയർനെസ് ടോപ്പിക്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിൽ സ്ട്രക്ചർ ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൺട്രിയുടെ ടോപ്പ് ബാങ്ക് അല്ലെങ്കിൽ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2 ക്ലാസിഫിക്കേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ബാങ്ക്സിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഷെഡ്യൂൾഡ് ബാങ്ക്സും ഒന്ന് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും. നമുക്കറിയാം RBI ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയത് 1935 ഏപ്രിൽ 1 പക്ഷേ RBI ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 1934 അപ്പോൾ പാസ്സാക്കിയ ആ RBI ആക്ടിനകത്ത് ഒരു പർട്ടിക്കുലർ സെക്ഷനെ ബേസ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന ബാങ്ക്സാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ RBI ആക്ട് 1934 സെക്ഷൻ 2E എന്ന് പറയുന്ന സെക്ഷൻ 2E ഈ സെക്ഷനെ ബേസ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന ബാങ്ക്സിനാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBI ആക്ട് 1934 വരാത്ത ബാങ്ക്സ്, അതായത് RBI ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാത്ത ബാങ്ക്സാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ RBIനെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിട്ടും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഇനി ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിട്ടും നോൺ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആയിട്ടും. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ഡീല് ചെയ്യുന്ന എന്നാൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ബാങ്ക്സിനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ഡീല് ചെയ്യുന്ന ബാങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും ലോൺ എടുക്കാനും ഒക്കെ പോസിബിൾ ആവുന്ന ബാങ്ക്സിനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. നമ്മൾ ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക്സിന് ലോൺസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ലോൺസിൽ നിന്ന് മാത്രമേ ബാങ്ക്സിന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ആ പ്രോഫിറ്റിൽ നിന്നാണ് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ഒരു ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ബാങ്ക്സിനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ്ലി പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു ബാങ്കാണ്, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് ആണ് നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നബാർഡ് ഉണ്ട്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചർ സെക്ടറിൻ്റെയും റൂറൽ ഡെവലപ്മെൻറ്റ് സെക്ടറിനെയും ഫോക്കസ് ചെയ്തിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ബാങ്കാണ് നബാർഡ്. ഒരാർക്കും നബാർഡിൽ പോയിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സാധാരണക്കാരന് ഒരു നബാർഡ് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. നബാർഡിൻ്റെ ഫങ്ഷൻ അഗ്രികൾച്ചർ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യണം, റൂറൽ ഏരിയാസിനെ ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ ഫണ്ടിങ്ങിനെ ബാക്കി കൊമേഴ്ഷ്യൽ ബാങ്ക്സിലോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുകയാണ് നബാർഡ് പോലുള്ള ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു അഗ്രികൾച്ചർ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നബാർഡിൽ പോയല്ല ലോൺ എടുക്കുന്നത്, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോയി, ഫോർ എക്സാമ്പിൾ SBIയിൽ പോയിട്ട് അഗ്രികൾച്ചർ ലോൺ എടുക്കാൻ നമുക്ക് പറ്റും. SBIക്ക് ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടിങ് സപ്ലൈ ചെയ്യുന്നത് നബാർഡാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫോർ സ്കീംസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ബാങ്ക്സാണ്. ഒരു സ്പെഷ്യലൈസ്ഡ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. നബാർഡ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അത് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എക്സിം എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിനെ, ആ ഒരു സെക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് ആ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാങ്കാണ് എക്സിം ബാങ്ക്. അതേപോലെ തന്നെ NSB ഉണ്ട്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയും. അത് ഇന്ത്യയിലെ ഹൗസിംഗ് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഹൗസിംഗ് ലോൺസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന ഒരു ബാങ്കാണ് NSB എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് സിഡ്ബി ഉണ്ട്,
സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചെറുകിട വ്യവസായങ്ങളെ ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാങ്കാണ് സിഡ്ബി. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഡെവലപ്മെൻറ്റ് ബാങ്ക്സാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ബാങ്ക്സാണ്. നബാർഡ് ആണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാനാണ്, സിഡ്ബി ആണെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനാണ്, എക്സിം ആണെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാനാണ്, NSB ആണെങ്കിൽ ഹൗസിംഗ് ബോർഡ് സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് പർപ്പസസിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ബാങ്ക് ആയതുകൊണ്ടാണ് ഇവയെ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവയൊന്നും പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ബാങ്ക്സ് അല്ല. ഇവയൊന്നും കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ഡീലും ചെയ്യുന്നില്ല. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക്സിനെ യൂസ് ചെയ്യുന്നു. ഈ ബാങ്ക്സ് അത് നമുക്ക് കസ്റ്റമേഴ്സിന് ആ ബെനിഫിറ്റ്സ് കൈമാറുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് വഴിയാണ്. നമുക്ക് ലോൺ, അഗ്രികൾച്ചർ ലോൺ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയാൽ മതി, അടുത്തുള്ള പബ്ലിക് സെക്ടർ ബാങ്കിൽ പോയാൽ മതി. അപ്പോൾ ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ സപ്ലൈ ചെയ്യുന്നത്, ക്യാഷ് സപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സാണ്. ഇതിലോരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്നും. അതിനെ പറ്റിയിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.